കണ്ണൂർ തലശ്ശേരിയിൽ പോലീസുകാരെ ആക്രമിച്ച CPM പ്രവർത്തകർക്കെതിരെ കേസ്. മണ്ണോളിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ പോലീസിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിലാണ് 7 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിലുണ്ട്. ആക്രമണത്തിൽ തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എപ്പോഴായിരുന്നു ഈ ആക്രമണം? ധന്യ, തലശ്ശേരിക്കടുത്ത് മണ്ണോണിക്കാവിൽ കഴിഞ്ഞ 2 ദിവസമായി ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവത്തിന്റെ സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ചടങ്ങുകൾക്കിടെയാണ് CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും പിന്നീട് അത് പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ 12:40 ഇതിന്റെ സമാപന ചടങ്ങുകൾ ഉത്സവത്തിൽ നടന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ തമ്പുരാട്ടിയും ചുവപ്പിനെയും കാവിൽ കയറ്റുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നതിനിടയിൽ ഒരു സംഘം CPM പ്രവർത്തകർ സംഘടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിച്ചു. അതായത് CPMന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു. ഇതിനെ BJP പ്രവർത്തകർ ചോദ്യം ചെയ്തു. തുടർന്ന് BJP CPM പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് തലശ്ശേരി SI വിപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതോടുകൂടി ഈ CPM പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു എന്നാണ് FIRൽ കൃത്യമായി പറയുന്നത്. FIRൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് പോലീസിന് ഇവിടെ ആരാണ് ഡ്യൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത്? കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്. പോലീസ് കാവിൽ കയറേണ്ട, കാവിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഒരെണ്ണം അങ്ങനെ ഞങ്ങൾക്കെതിരെ ഇവിടെ കാവിൽ കയറിയാൽ ഒരെണ്ണം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്നാക്രോശിച്ചുകൊണ്ട് CPM പ്രവർത്തകരായ കണ്ടാൽ അറിയാവുന്ന 7 CPM പ്രവർത്തകരടക്കം 24 പേർ പോലീസിനെ ആക്രമിച്ചു എന്നാണ് FIRൽ പറയുന്നത്. FIRൽ പറയുന്നത് ഇങ്ങനെ, അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കോളറിൽ പിടിച്ച് വലിച്ചു, കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു, ഒപ്പം നിലത്തിട്ട് ചവിട്ടി, SIയുടെ യൂണിഫോം പിടിച്ച് വലിച്ചു കീറി തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ CPM പ്രവർത്തകർക്കെതിരെ FIRൽ പറയുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൊത്തം 24 പേർക്കെതിരെയാണ് കേസ്. അതിൽ 7 CPM പ്രവർത്തകർ, അതായത് വിപിൻ, ജോഷിത്ത്, വിനീഷ് തുടങ്ങി കണ്ടാൽ അറിയാവുന്ന 24 CPM പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരി സുനിൽ.